ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആഴ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് മൈഫിൻ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സൂരജ് സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏതായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കുന്നു. ഇന്നലത്തെ ഒരു ആഭ്യന്തര വിപണിയുടെ ഒരു കുതിപ്പ് പരിശോധിക്കുന്ന സമയത്ത് സമീപകാലത്തൊന്നും കാണാതിരുന്ന അത്രയും വലിയൊരു മുന്നേറ്റമായിരുന്നു നിഫ്റ്റിയും പ്രധാനപ്പെട്ട ബെഞ്ച്മാർക്ക് സൂചികകളും ഒക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ടുള്ള ആറാമത്തെ ഒരു വ്യാപാര സെഷനിലും നേട്ടത്തിൽ ക്ലോസ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. ബുൾസിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഡൊമിനൻസ് തന്നെയായിരുന്നു ഇന്നലത്തെ വ്യാപാരത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് FIIസിന്റെ ഒരു തിരിച്ചുവരവാണ്. കൃത്യം 4 മാസത്തെ ഒരു നെറ്റ് സെല്ലിങ്ങിന് ശേഷം നെറ്റ് ബയേഴ്സായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് FIIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് 23,700 എന്നുള്ള ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യാനായിട്ടും നിഫ്റ്റിക്ക് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇന്നും വളരെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ഇതുവരെയും നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 23,748 എന്നുള്ളൊരു നിലവാരത്തിൽ വീണ്ടും 23,700 എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള ലെവൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും തുടർന്നും കൂടുതൽ ബുള്ളിഷ് സെന്റിമെന്റ് കാണാനുള്ള ഒരു സാധ്യത തന്നെയാണ് പല അനലിസ്റ്റുകളും പങ്കുവയ്ക്കുന്നത്. സാർ, നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളത് ആ ഒരു സെപ്റ്റംബറിന് ശേഷം അങ്ങോട്ട് തുടങ്ങിയ ആ ഒരു കറക്ഷൻ ഫേസ് അവസാനിച്ചോ എന്നുള്ളത് തന്നെയാണ്. പൊതുവെ ഈ ഒരു ഔട്ട്ലുക്ക് നോക്കുന്ന സമയത്ത് സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജാസ്മിൻ, ഇതിൽ ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അതായത് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി മാർക്കറ്റിൻ്റെ ആ റിക്കവറിയോട് കൂടി തന്നെ ഏതാണ്ട് ഈ 2025 മാർക്കറ്റ് പോസിറ്റീവായി എന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു FI ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ആ ട്രംപിന്റെ ടാരിഫിന്റെ അവിടെ കുറച്ച് റിലാക്സേഷൻ വരും, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ സ്വീപ്പിംഗ് ആയിട്ട് വരില്ല എന്ന് പറയുന്നത് FIIസിന്റെ കൺസേൺസിനെ ഒരു പരിധിവരെ ഒരു തുടച്ചു നീക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, താൽക്കാലികമായി തന്നെ. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള മൂവ്മെന്റ് എങ്ങനെയെന്ന് അറിയില്ല. കാര്യം ഒരിക്കലും ഒരു കൺസിസ്റ്റൻസി ഉള്ള ഒരു വ്യക്തിയല്ല ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. ബട്ട് ഈവൻ ദെൻ ഫോർ ദ മോമെന്റ് വി ക്യാൻ സേഫ്ലി അസ്യൂം ദാറ്റ് അങ്ങനത്തെ ഒരു കൺസേൺ ഇല്ല. ആ ഇനിഷ്യൽ ആ ഒരു എന്താ പറയുക, ആ ഒരു പീക്കിൽ വന്നല്ലോ ഈ ടാരിഫിന്റെ ഒക്കെ, അതൊന്ന് സബ്സൈഡ് ചെയ്ത് തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ FIസിന്റെ ബൈന്റെ ഏറ്റവും വലിയ ഉദാഹരണം HDFC ബാങ്കും കോട്ടക്കും കയറുക എന്നുള്ളതാണ്. കോട്ടക്കും HDFCയും എപ്പോഴും ഒരു എന്താ പറയുക FI ബൈങ്ങിൽ അല്ലാതെ കയറാൻ പറ്റില്ല, അത്രയ്ക്ക് മാത്രം ബിഗ് സ്റ്റോക്സ് ആണ്. ബട്ട് എന്നാൽ തന്നെയും മാർക്കറ്റ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബ്രോഡർ ലെവലിലേക്ക് മാർക്കറ്റ് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതായത് മിഡ് ക്യാപ് ലെവലിലും സ്മോൾ ക്യാപ് ലെവലിലും നല്ല രീതിയിലുള്ള ബൈങ് വന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 90 സ്റ്റോക്സ് എങ്ങാണ്ട് അതിന്റെ 52 വീക്ക് ഹൈയിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്നറിയോ? അതായത് ഇപ്പോൾ ലാസ്റ്റ് 8 ദിവസത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് കഴിഞ്ഞ ആഴ്ച മുഴുവനും അല്ലെങ്കിൽ ഇന്നലെ ഒരു തിങ്കളാഴ്ച കൊണ്ടും മാർക്കറ്റിൽ നടന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ആ മിഡ് ക്യാപ്പിന്റെ റിക്കവറി ഉണ്ട്. ആ മിഡ് ക്യാപ്പിന്റെ റിക്കവറി എന്ന് പറഞ്ഞാൽ April 20 വൺ ഓഫ് ദ ബെസ്റ്റ് 5 ഇയേഴ്സിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അതായത് April 2022 കോവിഡിന് ശേഷം ഒരു റിക്കവറി വന്നല്ലോ, അത്രയ്ക്കും മാത്രം റിക്കവറിയാണ് മിഡ് ക്യാപ് സെഗ്മെന്റിൽ വന്നതെന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം. സ്മോൾ ക്യാപ്പ് ആകട്ടെ അതേപോലെ തന്നെ ജൂൺ 2020 കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിക്കവറിയിൽ വന്ന ഏറ്റവും വലിയ റിക്കവറിയാണ് നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനത് എടുത്ത് പറയാൻ കാര്യം വെച്ചാൽ നമ്മളെപ്പോൾ നോക്കിയാലും സാധാരണ നമ്മൾ പറയും മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യട്ടെ, മാർക്കറ്റ് ഒന്ന് കോൺഫിഡൻസ് തരട്ടെ, എന്നിട്ട് മേടിക്കാം എന്നൊക്കെയാണല്ലോ പറയണത്. ഒരു ഇൻഡിക്കേഷനും ഇല്ലായിരുന്നല്ലോ മാർക്കറ്റ് ബോട്ടമായിന്ന്. കഴിഞ്ഞ ആഴ്ച നമ്മൾ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ആഴ്ച വെള്ളിയാഴ്ചയോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇൻഡിക്കേഷനും ഇല്ലായിരുന്നു മാർക്കറ്റ് ബോട്ടമായി. ബട്ട് ആ ബോട്ടം അടിച്ചു എന്ന് മാർക്കറ്റ് തന്നെ തീരുമാനിച്ച് അത് തിരിച്ചു വലിച്ചപ്പോൾ തന്നെ എത്രമാത്രം റിട്ടേൺ ഒരാഴ്ച കൊണ്ട് വന്നു എന്നുള്ള. അപ്പം നമ്മളിത് ക്യാഷ് വെച്ചിട്ട് സൈഡ് ലൈൻസിൽ ഇരിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ക്രീം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയുന്ന സാധനം നമുക്ക് മിസ്സായേനെ എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് എപ്പോഴും വളരെ സീസൺഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് പറയുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ഇരിക്കണം. നിങ്ങൾ കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ 3 കൊല്ലത്തേക്കോ 5 കൊല്ലത്തേക്കോ ആവശ്യമില്ലാത്ത ക്യാപിറ്റൽ ആണ് എന്നുണ്ടെങ്കിൽ, നല്ല സ്റ്റോക്കുകളിലാണ് നിങ്ങളുടെ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു മാർക്കറ്റ് റിക്കവറിയിൽ ആദ്യം തന്നെ അത് എന്താ പറയുക, FI ബൈയിങ് ആകട്ടെ, ഡൊമസ്റ്റിക് ബൈയിങ് ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, ലാർജ് ക്യാപ്പ് ആയിക്കോട്ടെ, സ്മോൾ ക്യാപ്പ് ആയാലും നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുമെന്നുള്ള ഉത്തമ ഉദാഹരണമാണ്, ഒരു കേസ്
സ്റ്റഡി തന്നെയാണ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച നടന്നതെന്നുള്ള. സാറ് നമ്മളെല്ലാവരും പറയും ഇത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ മേടിച്ചാൽ മതി. അതെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ടാണ് മാർക്കറ്റ് ആ ഒരു റിട്ടേൺ ഇതിനകത്ത് കൊണ്ടുവന്നതെന്നുള്ള. പിന്നെ ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 28-ാം തീയതിയോടുകൂടി നമ്മുടെ ജിയോ ഫിനാൻസും സൊമാറ്റോയും കൂടെ നിഫ്റ്റിയിൽ ഇൻക്ലൂഷൻ വരികയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാവുന്നു, ആ രണ്ട് സ്റ്റോക്കുകളിൽ എങ്ങനെ ബൈ ചെയ്യും എന്നുള്ളത് ഈ ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മനസ്സിൽ വെക്കേണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ നിഫ്റ്റിയിലെ ഈ ഫിനാൻഷ്യൽസിന്റെ വെയിറ്റേജ് ഈ ജിയോ ഫിനാൻസോട് കൂടി അത് ഭയങ്കരമായിട്ട് ഭയങ്കരമെന്നല്ല ഇൻക്രീസ് ചെയ്യും എന്നുള്ള ഒരു സവിശേഷതയോടുകൂടി മാർക്കറ്റിലുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ നോട്ടിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ കേദാറിൻ്റെ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഇത് ഇപ്പോൾ കിട്ടിയത്, അതായത് വെള്ളിയാഴ്ച ICICI ബാങ്കിൽ വളരെ വലിയൊരു വോളിയം നടന്നു. വളരെ അൺയൂഷ്വൽ ആയിട്ട് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ICICIയിൽ ഇത്രയും ഒരു വോളിയം നടന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. ഏതായാലും 8,000 കോടിയുടെ വോളിയം നടന്നതിൽ 6,000 കോടിയും ഡെലിവറിയാണ്. അതായത് അന്ന് ട്രേഡ് ചെയ്തതിന്റെ ഏതാണ്ട് 80% ആ സ്റ്റോക്ക് ഡെലിവറി ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ബൈ, അതായത് നമ്മൾ ഡെലിവറി എടുത്തു എന്നുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇതായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ ആയിട്ട് കരുതരുത്. ഇത് ജസ്റ്റ് നമ്മൾ അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങളുടെ മുന്നിൽ നിരത്തുന്നു എന്ന് മാത്രം. അത് മാത്രമല്ല FIs ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 68% ഷോർട്ടാണ് നിഫ്റ്റിയിൽ. നിങ്ങൾ F&Oന്റെ ഇൻഡിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഷോർട്ടാണ്. അപ്പോൾ ഇപ്പം മാർക്കറ്റിൽ ഇപ്പോൾ സാധാരണ നടക്കുന്നത് എന്താണെന്നറിയോ, അതായത് ഈ അടുത്ത കാലത്ത് ലാസ്റ്റ് 8 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് നടന്നതെന്ന് വെച്ചാൽ ക്യാഷ് മാർക്കറ്റിൽ അവർ ബൈ ചെയ്യും, ഡെറിവേറ്റീവ് F&O മാർക്കറ്റിൽ അവർ ഷോർട്ട് കവറിങ് ചെയ്യുകയാണ് ചെയ്തത്. ഷോർട്ട് കവറിങ്ങിൻ്റെ റാലിയിലാണ് ഇത്രയും മാത്രം സ്റ്റോക്സ് നന്നായിട്ട് കയറിയത്. അപ്പോൾ 68% അല്ലെങ്കിൽ 65% മുകളിൽ അവരിപ്പോഴും ഷോർട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഷോർട്ട് കവറിങ് കൂടെ വരികയാണെങ്കിൽ, എല്ലാ ടെക്നിക്കൽസും പോസിറ്റീവ് ആവുകയാണെങ്കിൽ, ഒരു നെഗറ്റീവ് ന്യൂസും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ, ഫണ്ടമെൻ്റലി നല്ല സ്മാർട്ടായിട്ടുള്ള കമ്പനികൾ എത്താവുന്ന ലെവൽ നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് എന്നുള്ളത് ഒരു മുഖവരയായിട്ട്, ഒരു പ്രിഫൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു. ഒരു കാര്യം കൂടി, ഈ പുൾ ബാക്കിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ കോവിഡിന് ശേഷമുള്ള ഒരു പുൾ ബാക്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു മെറ്റൽ സ്റ്റോക്കാണ്. നമ്മൾ 2 ദിവസമായിട്ട് മെറ്റലിനെ കുറിച്ച് നന്നായിട്ട് സംസാരിച്ചു. ഒരു പക്ഷേ സെക്ടർ ഓഫ് 2025 എന്ന് വരെ നമ്മൾ ഒരു സമയത്ത് നമ്മൾ അതിനെ പറയുകയുണ്ടായി. നമ്മൾ അതിനകത്ത് JSW സ്റ്റീലിനെ കുറിച്ചും ഹിൻഡാൽക്കോനെ കുറിച്ചും ഒക്കെ പല രീതിയിൽ തൊട്ടും തൊടാതെയൊക്കെ നമ്മൾ കവർ ചെയ്തു. ലോയിഡ്സ് എന്ന് പറയുന്ന കമ്പനി മെറ്റൽ കമ്പനിയാണ് ഏറ്റവും, ഏതാണ്ട് എനിക്ക് തോന്നുന്നു അതിൽ 10,000%, 10,000% വരെ റിട്ടേൺ തന്നൊരു സ്റ്റോക്കാണ് കോവിഡിന് ശേഷം. അത് അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചയിലും അത് തുടരുന്നു എന്നുള്ളതാണ് അത് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം. യെസ്, മെറ്റൽ ഇൻഡെക്സ് വളരെ ഔട്ട് പെർഫോം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള സ്റ്റിമുലസ് പാക്കേജിന്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും മെറ്റൽ പാക്ക് അല്ലെങ്കിൽ മെറ്റൽ സെക്ടർ എന്ന് പറയുന്നത് ആ ഒരു പാക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്കുകൾ ഉൾപ്പെടെയുള്ള ഇനിയും ഐഡന്റിഫൈ ചെയ്യാത്ത ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് മെറ്റൽ സ്റ്റോക്കിലെ ഒരു പ്രിഫൈസിലുള്ള സ്റ്റോക്ക് മാത്രമായിരിക്കും എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ കൂടി ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർ, നമ്മൾ താരിഫിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ, ഈ താരിഫ് ചർച്ചകൾ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ 1 മുതൽ കൂടുതൽ രാജ്യങ്ങളിലേക്കുള്ള ഒരു താരിഫ് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഇമ്പോസ് ചെയ്യില്ല എന്നുള്ള ഒരു തരത്തിലേക്കുള്ള ഒരു നിഗമനങ്ങളിലേക്കാണ് എത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഏപ്രിൽ 2-ന് എല്ലാ താരിഫുകളും പ്രഖ്യാപിക്കില്ല. ഏപ്രിൽ 2-ാം തീയതിയാണ് താരിഫുകൾ പ്രഖ്യാപിക്കാനിരുന്നത്. അതിൽ എല്ലാ താരിഫുകളും എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ധാരാളം രാജ്യങ്ങൾക്ക് ഇളവുകൾ അനുവദിച്ചിരിക്കുകയാണ്. അതേസമയം വെനസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 25% താരിഫ് ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക എന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, 2023 ഡിസംബറിൽ ഇന്ത്യ പ്രതിദിനം ഏകദേശം 1,91,600 ബാരൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എണ്ണ എന്ന് പറയുന്നത്. ഇത് 2024 എത്തുമ്പോഴേക്കും ഇന്ത്യയുടെ ഇറക്കുമതി പ്രതിദിനം 2,54,000 ബാരലായിട്ട് ഉയർന്നു. ഇത് വെനസ്വേലയുടെ ആ മാസത്തെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 5,57,000 ബാരലിന്റെ ഒരു പകുതിയോളം വരും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ വെനസ്വേലയ്ക്ക് തീരുവ ചുമത്തുന്നതോടുകൂടി അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഓയിൽ കമ്പനികളിലും ആ ഒരു റിഫ്ലക്ഷൻസ് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്.
ജാസ്മിൻ, ഇവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ഒരു ഗ്ലോബൽ ട്രേഡ്, അതായത് ഒരു ടാരിഫിന്റെ ഇമ്പാക്ട് ഗ്ലോബൽ ട്രേഡിലും ജിയോ എക്കണോമിക്സിലും അല്ലെങ്കിൽ ഗ്ലോബലൈസ്ഡ് എക്കണോമിയിൽ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും ഇവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ ഫോറിൻ പോളിസിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, ഇന്ത്യ ഒരു നെറ്റ് ബയറാണ്, അതായത് ഒരു നെറ്റ് ഇമ്പോർട്ടറാണ് ഈ പറയുന്ന പോലെ ഓയിൽ ആൻഡ് ഓയിൽ റിലേറ്റഡ് പ്രോഡക്ട്സിന്റെ. നമുക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധമാണ്. അപ്പം നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, കോവിഡിന് ശേഷം നമ്മൾ റഷ്യയായിട്ട് വരെ ഒരു കരാർ ഉണ്ടാക്കി. റഷ്യ കഴിഞ്ഞ് അമേരിക്ക തരാം, അതായത് ടാരിഫിന്റെ ഒരു മുന്നോടിയായിട്ട് അവർ പറയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കണം എന്ന് പറയുമ്പോൾ അതിനും നമ്മൾ തയ്യാറായിരുന്നു. നമ്മൾ ഇറാഖായിട്ടും ഇറാനായിട്ടും നല്ല തയ്യപ്പിലാണ്. അതേസമയം ചൈന അങ്ങനെയല്ല. ഈ ഒരു വെനിസ്വേല കൊണ്ട് ടാരിഫ് കൊണ്ട് ട്രംപ് ഉദ്ദേശിക്കണമെന്ന് അറിയോ, ഇത് നേരിട്ട് ചൈനയ്ക്കുള്ള ഒരു അടിയാണ്. കാര്യം ചൈനയെ സംബന്ധിച്ച് എല്ലാ കൺട്രിയുമായിട്ടും അങ്ങനെ ബന്ധം വയ്ക്കാൻ പറ്റുന്ന ഒരു ഫോറിൻ റിലേഷൻസ് ആ കൺട്രിക്ക് ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യ അങ്ങനെയല്ല, ഒരുമാതിരി എല്ലാ രാജ്യങ്ങളുമായിട്ടും എക്സെപ്റ്റ് നമ്മുടെ ചുറ്റുമുള്ള ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഇപ്പൊ ബംഗ്ലാദേശോ ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലാതെ, എന്നാൽ അവിടെ നിന്ന് നമുക്ക് പെട്രോളിയം എന്നുള്ള വലിയ ഒരു സ്കോപ്പ് ഒന്നും ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. മറ്റുള്ള കൺട്രി ആയിട്ട് ഇന്ത്യ നല്ല ബന്ധത്തിലായതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു ആൾട്ടർനേറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ HPCL BPCL ഒന്നും ഇത്രയൊന്നും വീണാ പോരാ, ഒരു 4%, 5%, 6% വീഴണം. കാര്യം ഒരു നെറ്റ് ഇമ്പോർട്ടറാണ്. ഇവരൊക്കെ തന്നെയാണല്ലോ ഈ ഓയിൽ ആൻഡ് ഗ്യാസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സ് അല്ലെങ്കിൽ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി അത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം. അതായത് ട്രംപ് ഇപ്പോൾ ഓൾറെഡി ചൈനയായിട്ട് ഒരു അൺഡിക്ലെയർഡ് വാർ ആണ്, അല്ലെങ്കിൽ ഒരു വാശിപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓൾറെഡി അവർക്ക് പല കാര്യങ്ങൾക്ക് ടാരിഫ് വെച്ച് കഴിഞ്ഞു. അതിന്റെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എഫക്ട് ചെയ്യാൻ പോകുന്നത് ചൈന തന്നെയാണ് ഈ ഒരു ടാരിഫ് ഇമ്പോസിഷൻ കൊണ്ട്. അത് മാത്രമല്ല, രസകരമായിട്ടുള്ള കാര്യം അമേരിക്കയും വെനസ്വേലയിൽ നിന്ന് മേടിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ടാണ് ഈ പറയുന്ന എന്താ പറയുക ഒരു റൂളും അല്ലെങ്കിൽ ടാരിഫും ഒക്കെ കൊണ്ടുവരുന്ന ഒരു കാര്യം. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് വെച്ച് പറയേണ്ടതായിട്ടിരിക്കുന്നു. അതായത് നമ്മൾ ഈ മൈഫിൻ ഓപ്പണിംഗ് അവേഴ്സിന്റെ ഇപ്പൊ നമ്മൾ പല പ്രേക്ഷകരും നമ്മളെ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ മൈഫിൻ ഓപ്പണിംഗ് അവേഴ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതായത് നമ്മൾ ഇന്നിപ്പം മാർക്കറ്റ് തുറന്നതിന് ശേഷം മാർക്കറ്റിൽ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളും ഇന്നലെ ഓവർനൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടെ ഡിസെക്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രിസ്പായിട്ട് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഓപ്പണിംഗ് അവേഴ്സിന്റെ പ്രത്യേകത. അത് മാത്രമല്ല, ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾ പലരും ചോദിച്ചു നിങ്ങൾ സ്റ്റോക്സ് സ്പെസിഫിക് പറയാത്തെന്നാൽ, ശരിക്കും നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറയണം. ഞങ്ങൾ എന്ന മീഡിയ ചാനൽ മാത്രമല്ല പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കും സ്റ്റോക്കിന്റെ റെക്കമെൻഡേഷൻസ് പറയാനുള്ള റെസ്ട്രിക്ഷൻസ് സെബി വച്ചിട്ടുണ്ട്. അത് വയലേറ്റ് ചെയ്ത് പലരും പറയുന്നു എന്നുള്ളത് നമുക്ക് ഏതായാലും സത്യസന്ധമായി സെബിയുടെ റൂൾ അനുസരിച്ച് പോകാനല്ലേ ജാസ്മിൻ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളും തൊട്ടും തൊടാതെയും നിങ്ങളെ അറിയിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം നമ്മൾ തന്നെ ഇന്നലെ ജാസ്മിൻ നമ്മൾ 2 ദിവസം മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സെബിയുടെ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഒരു സോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു, അതായത് ഇൻവെസ്റ്റേഴ്സ് കൺസേൺ മാറ്റി ഒരു പോസിറ്റീവ് ട്രെൻഡ് ആക്കാൻ സെബി ശ്രമിക്കും എന്നുള്ളത് നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എന്നുള്ള. ഇന്നലെ ആയിരുന്നു സെബിയുടെ മീറ്റിംഗ്. എനിക്കൊന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ സംസാരിച്ചത്. ഇന്നലെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതായത് FPIസിന്റെ കാര്യത്തിൽ ആ റിലാക്സേഷൻ ഉണ്ടല്ലോ, മൈക്രോ ഗ്രാനുലർ ഡിസ്ക്ലോഷർ 25,000 കോടിയിൽ നിന്നും 50,000 കോടി ആക്കി കൂട്ടിയിട്ടുണ്ട്. അങ്ങനത്തുള്ള ക്ലയൻസിന് മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി. അതുമാത്രമല്ല, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സിനും റിസർച്ച് അനലിസ്റ്റിനും ഒരു ക്വാർട്ടർ ഫീ എന്നുള്ളത് 1 ഇയർ ആണെന്നുള്ളതും നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നു. അതും അതുപോലെ നടന്നു എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ ഈ ഓപ്പണിംഗ് അവേഴ്സ് 2 ആഴ്ച മുമ്പേ നമ്മൾ തുടക്കുമ്പോൾ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർലെസ് പ്രൊമോട്ടർ 780 കോടിയുടെ ബൈയിങ് നമ്മൾ പറഞ്ഞിരുന്നു. അത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ് മാർക്കറ്റിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തിന്? ഹിൻഡാൽകോ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നമ്മൾ CMS ഇൻഫോടെക്കിനെ കുറിച്ച് ഇൻഫോസിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഓർമ്മയുണ്ടോ? നമ്മൾ ആക്സിസ് ബാങ്കിന്റെ ATMന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതേപോലെ കോട്ടക് ബാങ്കും HDFC ബാങ്കും ഒക്കെ നമ്മൾ കവർ ചെയ്ത സ്റ്റോക്കുകളാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങളൊരു ന്യൂസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ള. നമ്മളിപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ എമ്പുരാൻ കവർ ചെയ്തു. ഓക്കെ, എമ്പുരാൻ കവർ ചെയ്തത് ഞങ്ങൾക്ക് സിനിമ പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഹിറ്റ് ആവുകയും അതിനകത്തുള്ള ടിക്കറ്റ് സെയിൽസും വരികയാണെങ്കിൽ PVR പോലെയുള്ള ഒരു മൾട്ടിപ്ലക്സ് ചെയിൻ അല്ലെങ്കിൽ ഒരു സിനിമ മൂവി ഹൗസിന് എന്താണ് ആ ബിസിനസ് ബെനിഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമേ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനെ ട്രേസ് ചെയ്തായിരിക്കും അതിൻ്റെ സ്റ്റോക്ക് മൂവ് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഞങ്ങളൊരു നല്ലൊരു ന്യൂസ് ആയിട്ടാണ്. നമ്മുടെ മലയാളികൾ എന്നും കേൾക്കുന്ന വാർത്തകളിൽ നിന്നും ഫിൽട്ടർ ചെയ്തെടുത്ത് നിങ്ങൾക്കൊരു ആക്ഷനബിൾ ഐഡിയ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് മാത്രമല്ല, നമ്മൾ കണ്ടെയ്നർ ഷിപ്പിങ്ങിൻ്റെയും ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. ചൈനീസ് ഷിപ്പിങ്ങിൻ്റെ പ്രോബ്ലം
ഓക്കെ, ഇതിനകത്തും നമ്മൾ ഒരു ഷിപ്പിംഗ് കമ്പനി ഉണ്ടെന്നുള്ള ഇപ്പൊ ഒരു സാധ്യതയുണ്ട്. അതായത് GE ഷിപ്പിംഗ് പോലെ, അതായത് 12,000 കോടിയേ ഉള്ളൂ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ഷിപ്പിംഗ് കമ്പനിയായ GE ഷിപ്പിങ്ങിനെ മേടിക്കാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ ആ സെക്ടറിന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കാരണം എന്തെല്ലാം സ്റ്റോക്ക് അതിനകത്ത് ബെനിഫിറ്റ് ചെയ്യുന്നുള്ളൂ. ഈ കണ്ടെയ്നർ തന്നെ നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി, 92% നമ്മൾ ഈ റോഡിൽ കാണുന്ന ലോറിയിലൊക്കെ കാണുന്ന കണ്ടെയ്നർ, വള്ളാർപാടം ടെർമിനലിലും വിഴിഞ്ഞം പോർട്ടിലും ഒക്കെ കാണുന്ന കണ്ടെയ്നർ 90% ചൈനീസ് മെയ്ഡാണ്. നമുക്കൊരു ഷിപ്പിംഗ് ഹബ്ബായി നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ കണ്ടെയ്നർ മാനുഫാക്ചറിംഗിലോട്ടും നമ്മൾ കയറണം. അതിന് തീർച്ചയായിട്ടും നമ്മളൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ടല്ല, ജൂപ്പിറ്റർ വാഗൺസ് പോലുള്ള കമ്പനികൾ അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് ഞങ്ങൾ മിക്കവാറും കണ്ടെയ്നർ മാനുഫാക്ചറിംഗിലേക്ക് പോകും. ഒരു ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീലോ, JSW സ്റ്റീലോ അതിലേക്ക് ഇറങ്ങില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അഡാനിയും അംബാനിയും ഒക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം അത്രയ്ക്ക് മാത്രം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സെക്ടറാണ്. ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ന്യൂസ് ആയിട്ടാണെങ്കിലും അതിന്റെ ഓരോന്നിന്റെ പുറകിലും ഒരു സ്റ്റോക്ക് ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പണിംഗ് അവേഴ്സിന്റെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു. ജാസ്മിൻ, ഏതായാലും നമുക്ക് മാർക്കറ്റിന്റെ കൂടുതൽ അനാലിസിസും ടെക്നിക്കൽ ഔട്ട്ലുക്കും ഒക്കെ തന്നെ കിട്ടേണ്ടതുണ്ട്. അതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഈ ഓപ്പണിംഗ് അവേഴ്സിന്റെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുന്നത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻഫോറെക്സ് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ്, താങ്ക് യു. ഏതായാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു മാർക്കറ്റ് തന്നെയാണ്. പ്രധാനപ്പെട്ട ബെഞ്ച് സൂചികകളിലൊക്കെ തന്നെ ആ ഒരു മുന്നേറ്റം പ്രകടമായിരുന്നു. ഇന്നും 22,700 എന്നുള്ള ഒരു 23,700 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലെവൽ ടച്ച് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 23,801 വരെ ഇന്ന് പോയിട്ടുമുണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു കറക്ഷൻ ഫേസ് അവസാനിച്ചോ, അല്ലെങ്കിൽ ആ ഒരു ബൗൺസ് ബാക്ക് ആണോ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഷോയുടെ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന നിക്ഷേപകർക്കും അതോടൊപ്പം തന്നെ ട്രേഡേഴ്സിനും ഒക്കെ തന്നെ അറിയാൻ താല്പര്യമുള്ളത്. നിലവിൽ ടെക്നിക്കൽ ഇൻഡിക്കേഷൻസ് എങ്ങനെയാണ്? ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിഫ്റ്റിയുടെ ഒരു ഷോർട്ട് ടൈം വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മൾ ഷാർപ്പ് ഫോളായിരുന്നു, അതേപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള റിക്കവറി. ദാറ്റ് മീൻസ് നമ്മൾ ടെക്നിക്കലിൽ പറയുകയാണെങ്കിൽ വി ഷേപ്ഡ് റിക്കവറിയാണ് വന്നിരിക്കുന്നത്. അതായത് ഫോൾ പോലെ തന്നെ വളരെ വേഗത്തിലുള്ള ഒരു റിക്കവറിയാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റ് വളരെയധികം സ്ട്രോങ് ആയിരുന്നു. ചെറിയ ചെറിയ ഫോളുകൾ അല്ലെങ്കിൽ ന്യൂസുകൾ അഫക്റ്റ് ചെയ്തിരുന്ന സമയത്ത് നിന്ന് റിക്കവറിയിലേക്ക് വരുമ്പോഴും അതേ സ്പീഡിൽ അത് റിക്കവറി ചെയ്യാൻ കഴിയുന്നത് നമ്മളുടെ മാർക്കറ്റിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. ഫസ്റ്റത്തെ കാര്യം അത് നമ്മൾ ആ വി ഷേപ്പ് റിക്കവറിയിലെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും FISന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കഴിഞ്ഞ 3 ദിവസവും FIS വളരെയധികം പോസിറ്റീവായിട്ടാണ് ബൈ ചെയ്തിരിക്കുന്നത്. അവരുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു അവര് എന്നുള്ള കാര്യത്തിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് അതുപോലെ തന്നെ നമ്മുടെ വോളിയം മാസ് പാർട്ടിസിപ്പേഷൻ വരുന്നു. നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ നമ്മുടെ മിഡ് ക്യാപ്പിലും അതേപോലെ തന്നെ ലാർജ് ക്യാപ്പിലും ഒരേപോലെ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. അവിടെ റിക്കവറിയൊക്കെ തന്നെ വളരെയധികം സ്ട്രോങ് ആയിട്ടും പോസിറ്റീവായിട്ടും ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിക്കവറി മോഡിലേക്ക് മാർക്കറ്റ് മാറി എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഒരു ടോപ്പ് പോയിന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഞാൻ വി ഷേപ്പ് റിക്കവറി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡബിൾ ടോപ്പ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ ഈവൻ ദോ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈമിൽ 24,200 പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് തന്നെ 24 മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ബാങ്കിലെ പോസിറ്റിവിറ്റി പറഞ്ഞായിരുന്നു. ആ പോസിറ്റിവിറ്റി ഇപ്പൊ മെറ്റൽ സ്റ്റോക്സ് അതേപോലുള്ള സ്റ്റോക്സുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ബേസിക് ബാക്ക് ടു ബേസിക് എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ നിഫ്റ്റി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതൊരു പോസിറ്റീവ് റിക്കവറി മോഡിലേക്ക് മാർക്കറ്റ് ആയിട്ടുണ്ട്. അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് മാസ് അല്ലെങ്കിൽ മാസ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് പോസിറ്റീവ് എന്ന് തന്നെ പറയാൻ കഴിയും. ഇനി ഒരു സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 23,400 എന്നുള്ള ലെവലിൽ ഇപ്പൊ ഒരു ഷോർട്ട് ടൈം സപ്പോർട്ട് നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ അതുവരെ വന്നതിന് ശേഷം വീണ്ടും റിക്കവറിക്ക് സാധ്യതയാണ് നമ്മളിപ്പോൾ നിഫ്റ്റിയിൽ കാണുന്നത്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ 53,000 എന്നുള്ള ഒരു ലെവലിലേക്ക് അടുക്കുന്നു എന്ന് തന്നെ പറയാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 52,058 എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 51,000 എന്നുള്ള ഒരു ലെവലിലായിരുന്നു ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും 52,058 എന്നുള്ള ഒരു ഹൈ ടച്ച് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു 0.5% കൂടുതലുള്ള ഒരു നേട്ടം ഇപ്പോഴും കാണുന്നുണ്ട്. 52,033 ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ പ്രധാനമായിട്ടും സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്കിങ് ഓഹരികളുടെ ഒരു കരുത്ത്, എസ്പെഷ്യലി
PSU ബാങ്ക് സൂചികകൾ നയിച്ച ഒരു മാർക്കറ്റായിരുന്നു കാണാൻ സാധിച്ചത്. പല ബാങ്കിംഗ് ഓഹരികളും 52 ആഴ്ചയിലെ ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ബുള്ളിഷ് സെന്റിമെന്റ് ഇനിയും എത്രത്തോളം തുടരാനുള്ള ഒരു സാധ്യതയാണ് ടെക്നിക്കലി കാണുന്നത്? ഒപ്പം പ്രധാനപ്പെട്ട ലെവൽസ്. യെസ്, നമ്മളെ ലാസ്റ്റ് വീക്കിലും സംസാരിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റി പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് PSU ബാങ്ക്സിന്റെ മൂവ്മെന്റ്സ് ഉണ്ടാവുമെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ഈ നിഫ്റ്റിയുടെ റിക്കവറിയിൽ വളരെയധികം സഹായിച്ചത് ബാങ്ക് നിഫ്റ്റിയാണ്. നമുക്കത് നോക്കിയാൽ കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വലിയ വലിയ ഹൈ ഇമ്പൾസീവ് ക്യാൻഡിൽസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി വളരെയധികം പോസിറ്റീവ് ആണ്. അവരുടെ ഒരു 50,200 500 ലെവലിൽ നിന്ന് മൂവ് ചെയ്തപ്പോൾ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ബയേഴ്സ് വന്നിട്ടുണ്ട്. അവിടെ ഇൻവെസ്റ്റേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ മാസമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിപ്പം പ്രതീക്ഷിക്കുന്നത് ഒരു 54,000 വരെ ഒരു സ്റ്റോപ്പ് നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു റാലി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ദോ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരികയാണെങ്കിലും ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ കഴിയും. ഇനി ഒരു സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 50,000 എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കലി സപ്പോർട്ട് ലെവലാണ്. വീണ്ടും എന്തെങ്കിലും ഒരു കറക്ഷൻ വരികയാണെങ്കിൽ മാത്രം അവിടേക്ക് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബട്ട് PSU ബാങ്ക്സിനെ സംബന്ധിച്ച് SBI സംബന്ധിച്ച് അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇപ്പോൾ പാർട്ടിസിപ്പേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ മോർ പാർട്ടിസിപ്പേഷൻ വരുന്നതോടുകൂടി തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി ഒരു പുതിയ ലെവലിലേക്ക് 54-55 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളത് വളരെ കോൺഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ലെവലിലേക്കാണ് ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ IT സൂചികയെ സംബന്ധിച്ചിടത്തോളമാണ്. പ്രത്യേകിച്ച് താരിഫിന്റെ ഒരു അനിശ്ചിതാവസ്ഥകളൊക്കെ തന്നെ നിലനിന്ന സമയത്ത് US ഉണ്ടാകുന്ന ഏതൊരു തീരുമാനങ്ങളെയും ഏറ്റവും ആദ്യം അഫക്റ്റ് ചെയ്യുക ഇന്ത്യൻ IT കമ്പനികളാണ് എന്ന് തന്നെ പറയാം. അത്തരത്തിൽ IT സൂചികയെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ടു ടിൽ ഡേറ്റിൽ 12.23% ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സൂചിക കൂടിയാണ് IT എന്ന് പറയുന്നത്. IT സംബന്ധിച്ചിടത്തോളം ആ ഒരു നെഗറ്റീവ് റിട്ടേണിന്റെ കാലഘട്ടം കഴിഞ്ഞോ, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ റാലിയിൽ IT ഇൻഡെക്സിന്റെ ഒരു സ്വാധീനം ഇനിയും എത്രമാത്രമായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? IT ഇൻഡെക്സ് നമ്മൾ പ്രത്യേകമായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ഇൻഡെക്സ് ആണ്. കാരണം ഒരു വലിയൊരു കറക്ഷൻ ഞാൻ ഷോർട്ട് ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിയർലി 46,000 അടുത്ത് നിന്നിട്ട് ഒരു കറക്ഷൻ സംഭവിച്ചതാണ് CNS-IT അപ്പോൾ ആ ഒരു ഇൻഡെക്സിൽ വളരെയധികം കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു ചെറിയൊരു റിക്കവറി മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. വോളിയം പാർട്ടിസിപ്പേഷൻ ഒക്കെ അത്ര സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ കഴിയില്ല. ബട്ട് ഇത് മാർക്കറ്റിൽ വന്ന മറ്റുള്ള ബൈഡ് അനുസരിച്ചിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ വന്നിട്ടില്ല എന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ബട്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇത് ഒരു പുൾ ബാക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സപ്പോർട്ട് ലെവലിൽ നിന്ന് താഴോട്ട് പോകുന്നുണ്ടോ ഇല്ലേ എന്നാണ് നമുക്കത് നോക്കേണ്ടത്. 36,000 ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിന് താഴോട്ട് പോയിട്ടില്ല. അവിടെ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിക്കവറി മോഡ് എന്ന് പറയാം. അപ്പൊ അടുത്ത് വരുന്ന അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വരികയോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ ആ ഒരു ലെവൽ വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷമായിരിക്കും നമുക്കൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ച് പോസിറ്റീവ് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയാനായിട്ട് കഴിയും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ പറയുന്നത് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സിറ്റുവേഷൻ ആണ് IT ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം. ബട്ട് ചില മിഡ് ക്യാപ് IT കമ്പനികളിൽ വളരെയധികം നല്ല പെർഫോമൻസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും നമുക്കത് ബൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യാവുന്ന കമ്പനികളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ NBFC സെഗ്മെന്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ഇന്നും 1.5% അടുത്തൊരു മുന്നേറ്റം രേഖപ്പെടുത്തുകയാണ്. ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു ആൻഡ്രോയിഡ് ടോൺ എങ്ങനെയാണുള്ളത്? ബജാജ് ഫിനാൻസ് വളരെയധികം നമ്മൾ മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ തന്നെ അത് പ്രൈസ് എവറി ഡേ അതിന്റെ മൂവ്മെന്റ്സ് അതിന്റെ കറക്ഷനൊക്കെ അഫക്ട് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് ചാർട്ടിൽ കാണാവുന്നത് വളരെയധികം കുറവ്, വളരെ ലീസ്റ്റ് ആയിട്ട് അഫക്ട് ചെയ്ത ഒരു സ്റ്റോക്സ് ആണെങ്കിൽ വേണമെങ്കിൽ നമുക്കത് പറയാം. അങ്ങനെ വളരെ ലീസ്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുകയും എന്നാൽ പോസിറ്റീവായിട്ട് എപ്പോഴും റിയാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ് ഇപ്പോൾ. അതിന്റെ ഒരു മൊമെന്റം എന്ന് പറഞ്ഞാൽ ലോങ് ടൈം മൊമെന്റത്തിലാണ്. അതായത് ലോങ് ടൈം പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പൾസീവ് മാത്രം കാണിക്കുന്ന ഒരു സ്റ്റോക്ക് ആയിട്ടാണ് നമുക്കത് വാച്ച് ചെയ്യാൻ പറ്റുന്നത്.
എനിക്ക് തോന്നുന്നത് ഷോർട്ട് ടൈമിൽ ഒരു 10,000 ലെവലിലേക്ക്, ഒരു സൈക്കോളജിക്കൽ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അഗെയിൻ പാർട്ടിസിപ്പേഷനിൽ നോക്കുകയാണെങ്കിൽ മാസ് പാർട്ടിസിപ്പേഷൻ ഇപ്പോഴും ഉണ്ട്, വോളിയം നല്ലതുപോലെ കയറുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു കറക്ഷൻസ് വരികയാണെങ്കിൽ റീ എൻട്രി എന്നുള്ള ഒരു അല്ലെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഈ കമ്പനിയെ സംബന്ധിച്ച് നല്ലത് എന്നാണ് തോന്നുന്നത്. വളരെ കറക്ഷൻ ആയിട്ടുള്ള ഒരു സാധ്യത വളരെ റീസെന്റ് ആയിട്ടൊന്നും അഫക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പോസിറ്റീവ് തന്നെയാണ് ഈ സ്റ്റോക്സ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ നല്ലൊരു ചാർട്ട് പാറ്റേൺ ആണ്, എപ്പോഴും ഹൈ ബ്രേക്ക് ചെയ്യുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. യെസ് സുരജ് സാർ, നമ്മളിപ്പോൾ NBFC സെഗ്മെന്റിനെ കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ NBFC സെഗ്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ ലാസ്റ്റ് ക്വാർട്ടറിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു അസറ്റ് സ്ട്രെസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഫണ്ട് ചെലവുകളിലുണ്ടായിട്ടുള്ള കുറവ് NBFCകളെ സമ്മർദ്ദത്തിലാക്കുന്നു, അല്ലെങ്കിൽ പെർഫോമൻസിനെ ഒരു മന്ദഗതിയിലാക്കുന്നു എന്നുള്ളത്. ഈ NBFC സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വളർച്ചയുടെ സ്റ്റേജ് അവസാനിച്ചു എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു ഡിക്ലൈനിങ് ഇൻട്രസ്റ്റ് റേറ്റ് എൻവയറൺമെന്റില് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ബാങ്ക് എന്താണ്, നമ്മൾ സാധാരണക്കാരുടെ നിന്ന് ബാങ്ക് ഡെപ്പോസിറ്റ് മേടിക്കുന്നു, ഡെപ്പോസിറ്റ് മേടിച്ചിട്ട് ഡെപ്പോസിറ്റിന് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ആ പൈസ ഉപയോഗിച്ച് നമ്മൾ ലോൺ ആയിട്ട് ലെൻഡേഴ്സിന് കൊടുക്കുന്നു. ഇതാണല്ലോ ആ രീതിയിലുള്ള ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിന്റെ പ്രോഫിറ്റ് എന്താണ്, അതായത് ലോൺ കൊടുക്കുന്നതും ഡെപ്പോസിറ്റേഴ്സിനും കൊടുക്കുന്ന ആ ഒരു ഗ്യാപ്പ്, അതാണല്ലോ നമ്മൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ RBI ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു, 25 ബേസിസ് പോയിന്റ്സ് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്തു. ഇനി വരാൻ പോണ ഏപ്രിൽ മോണിറ്ററി പോളിസിയിൽ അടുത്ത 25 ബേസിസ് പോയിന്റ് കട്ട് ചെയ്യുന്നത്. അപ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്കിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഡെപ്പോസിറ്റ് ഒക്കെ എടുത്തിരിക്കുന്നത് ഓൾറെഡി ഫിക്സഡ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതായത് ഇത്രയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇനി ചേഞ്ചസ് വരാനായിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല. ഓക്കെ, കുറച്ച് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ലോൺസ് പലരും ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിലാണ്. അപ്പൊ ആ ലോൺസിന് ഓൾറെഡി ഒരു കുറവ് ഇൻട്രസ്റ്റ് റേറ്റിൽ വന്നു കഴിഞ്ഞു. നമ്മൾ പറയുകയും ചെയ്തു, അതായത് ശരിക്കും പറഞ്ഞ ബാങ്കിനേക്കാൾ ഇത് ബെനിഫിഷ്യറി ആയിട്ട് ആരാ വരുന്നതെന്ന് അറിയോ, ഡെപ്റ്റ് എടുത്ത കമ്പനികളാണ്. അതായത് പല കമ്പനികളും 200 കോടി 300 കോടിയോളം ഇൻട്രസ്റ്റ് തന്നെ അടക്കേണ്ട അവരെടുത്ത ഡെപ്റ്റിന്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 200 കോടിയിലും 300 കോടിയിലും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് കാരണം 20 കോടിയുടെയും 30 കോടിയുടെയൊക്കെ ലാഭം തന്നെ അവർക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു സംവിധാനത്തിൽ തന്നെ അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിക്ലൈനിങ് ഇൻട്രസ്റ്റ് റേറ്റ് റെജീമിൽ ബാങ്കിങ് പതുക്കെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ട്രാൻസ്മിഷനെ അത് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് വരുള്ളൂ. അതുവരെ തീർച്ചയായിട്ടും NBFC ആയിരിക്കും കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ NBFCയുടെ പെർഫോമൻസ് ഒരു രീതിയിൽ ഒന്ന് മുന്നോട്ട് പോയതിനു ശേഷമായിരിക്കും ബാങ്കുകൾ സാധാരണ പെർഫോം ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം പറ്റിയ പ്രത്യേകത എന്ന് വെച്ചാൽ കോട്ടക് ബാങ്കിന് നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ കാര്യം വെച്ചാൽ കോട്ടക് ബാങ്കിന് RBIയുടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് അവർക്ക് പുതിയ കസ്റ്റമേഴ്സിനെ എടുക്കാൻ പറ്റത്തില്ല, എന്താ ക്രെഡിറ്റ് കാർഡ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ പിൻവലിച്ച ഒരു പോസിറ്റീവ് എന്താ പറയുക ഒരു ന്യൂസും ആ ഒരു ടെയിൽ വിൻഡും കൂടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വളരെ ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന ഈ സ്റ്റോക്കുകൾ കയറി എന്നുള്ളതാണ്. എന്നും ബജാജ് ഫിനാൻസ്, ചോളമണ്ഡലം, സുന്ദരം, ശ്രീറാമൊക്കെ ഒരു നല്ല സ്മാർട്ട്, അവർക്ക് ബാങ്കിങ് ലൈസൻസ് ഇല്ല എന്നുള്ളൂ, നല്ല സ്മാർട്ട് NBFCs ആണ്. ശരിക്കും പറഞ്ഞാൽ പല ബാങ്കുകളെക്കാളും നന്നായിട്ട് നടത്തുന്ന ഒരു NBFC ആണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള ഇനിയുള്ള ഒരു ഗ്രോത്ത് സ്റ്റോറി, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഗ്രോത്ത് സ്റ്റോറി തീർച്ചയായിട്ടും ഈ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാര്യം കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് ഏറ്റവും നല്ല അണ്ടർ പെർഫോമർ ആയിട്ടുള്ള ഒരു സെക്ടറായിരുന്നു ബാങ്കിങ് ആൻഡ് NBFC സെക്ടർ. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ജാസ്മിൻ, ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കേണ്ട, അനീഷ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഈ IT സെക്ടറിന്റെ ഒരു കാര്യം, ഈ IT സെക്ടറിന്റെ വെയിറ്റേജ് ഉണ്ടല്ലോ 16 കൊല്ലത്തിലെ താഴത്തെ ലെവലിലാണ്. അതായത് എനിക്ക് തോന്നുന്നു അവർ 13.53% അങ്ങാണ്ടായിരുന്നു അത് ഡിസംബർ 2024 അവരുടെ വെയിറ്റേജ്. അതായത് നിഫ്റ്റി ITയുടെ ടോപ്പ് കമ്പനീസിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന വെയിറ്റേജ് 13.13 14 ഇടയ്ക്കാണ്. അത് ഏതാണ്ട് ഡിപ്പ് ചെയ്ത് 11.66 ആയി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 16 കൊല്ലത്തെ ആദ്യമായിട്ടുള്ള ഒരു സവിശേഷതയാണ് അത് കാണുന്നത് എന്നുള്ളത്. അതായത് ഈ IT കമ്പനീസ് ആയിട്ട് പ്രത്യേകത ഉണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഈ IT കമ്പനീസ് ഒക്കെ ട്രേഡ് ചെയ്തത് ഏതാണ്ട് 26.9 25-27 PE-ലാണ് ടോപ്പ് IT കമ്പനീസ്. അതായത് ട്രെയിലിംഗ് പി, ഇനി വരാൻ പോകുന്ന കൊല്ലത്തെ അല്ല, കഴിഞ്ഞ കൊല്ലത്തെ ഇതിൽ തന്നെ അവർ 25 PE-ലൊക്കെയാണ് അവർ ട്രേഡ് ചെയ്തിരുന്നത്. അവരോ ലാസ്റ്റ് 9 മാസം കൊണ്ട് ടോപ്പ് IT കമ്പനീസിന്റെ സെയിൽസ് ഗ്രോത്ത് എത്രയെന്നറിയോ? വെറും 5.9%. 6% താഴെയാണ് സെയിൽസ് ഗ്രോത്ത്. പ്രോഫിറ്റ് ആണ് ഈ 10% താഴെ, ഏതാണ്ട് 9.5% ഗ്രോത്ത് അതിനകത്ത് സംഭവിച്ചുള്ളൂ. അപ്പോൾ വളരെ എന്താ പറയുക സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് പ്രോഫിറ്റ്സിലും സെയിൽസിലും ഈ IT കമ്പനീസ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു റേറ്റിംഗ് ആണ് നടക്കുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ട്രംപിൻ്റെ ടാരിഫ് ഇനി അതിൽ വരുമോ എന്നുള്ള സംശയം
മൂന്നാമത് നമ്മൾ പറയാതെയും കാണാതെയും പോകരുത്, അതായത് ഡീപ് സീക്ക് ചൈനയിൽ വന്നതിൻ്റെ ടെക്നോളജിക്കൽ ഇമ്പാക്റ്റ്. ഇത്രയും നാൾ നമ്മളാണ് സൂപ്പർ ജയൻസ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നതെന്ന് മാറി ഇനി അങ്ങോട്ട് വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ചൈനീസ് കമ്പനികൾ മുന്നോട്ട് വരുമോ എന്നുള്ള ഒരു പേടിയും ഒരു ഭയവും കൂടി ആ സെക്ടറിനെ അഫക്റ്റ് ചെയ്തു ഹെഡ്വിൻസ് ആയിട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അനീഷ് സാറിലേക്ക് തന്നെയാണ് പോകുന്നത്. അനീഷ് സാർ, സുസ്ലോണിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. സുസ്ലോണിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ടാർഗറ്റുകൾ അനലിസ്റ്റുകൾ ഉയർത്തുന്നു. സ്റ്റോക്ക് ഇനിയും കുതിക്കാനുള്ള ഒരു സാധ്യത പങ്കുവെക്കുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊറോണ വൈറസിന്റെ ആ ഒരു കോവിഡ് ക്രാഷിന്റെ ഒക്കെ സമയത്തിന് ശേഷം 2800% ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. പല ഇൻവെസ്റ്റേഴ്സിനും നമ്മുടെ മാർക്കറ്റ് പ്ലസിന്റെ ഫോറത്തിലാണെങ്കിലും പല ക്വയറീസ് നമുക്ക് വരാറുള്ളത് ഈ സുസ്ലോണിനെ കുറിച്ച് തന്നെയാണ്. ടെക്നിക്കലി സുസ്ലോൺ എത്രമാത്രം ശക്തമാണ്? ഇപ്പോഴത്തെ ഒരു ബിസിനസ് എൻവയോൺമെന്റിൽ നമുക്കതിനെ പോസിറ്റീവ് എന്ന് പറയാനായിട്ട് കഴിയും. ഈവൻ ദോ നമ്മൾ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഒരു ഓൾ സീസൺ ഷെയർ എന്ന് പറയാനായിട്ട് നമുക്കതിൽ കഴിയില്ല. ബട്ട് ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ വോളിയം തന്നെയാണ്. വോളിയം എല്ലാ സീസണിലും ഒരുപോലെ അല്ല, വളരെയധികം വ്യത്യസ്തമുള്ള ഒരു ആവറേജിൽ നിന്ന് ബിലോ ആവറേജിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു വോളിയമാണ് അതിൽ കാണുന്നത്. അതായത് ഒരു മാസമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വളരെയധികം സീസണലായിട്ട് മാത്രമേ അതിൽ കാണാൻ കഴിയൂ. അതാണ് ആ സ്റ്റോക്സിനെ സംബന്ധിച്ച് നമുക്ക് ചാർട്ടിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പൊ അത് തന്നെയാണ് എല്ലാ സമയത്തും ഒരേപോലെ അല്ല ഈ സ്റ്റോക്സിൽ ആളുകളുടെ താല്പര്യം എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കറക്റ്റീവ് ആക്ഷൻസ് അതിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു പോസിറ്റീവ്. കാരണം ഒരു വളരെ ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കറക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അതിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ആക്ഷനാണ് നമ്മളത് പോസിറ്റീവായിട്ടെന്ന് പറയാനായിട്ട് കഴിയും. കാരണം അവിടെ പിന്നെ ഒരു കറക്റ്റീവ് ആക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് തന്നെ ഒരു റിക്കവറി ഫേസിലേക്കാണ്. ഇപ്പോൾ അത് തന്നെയാണ് ഒരു 44-45 എന്ന് പറയുന്ന ഒരു നല്ല സപ്പോർട്ട് ലെവലിൽ നിന്ന് 60 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഇപ്പോൾ അത് മൂവ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ നല്ലൊരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ 80-84 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സപ്പോർട്ടല്ല, ഞാനൊരു ലോങ് ടൈം പറയുകയാണ്. എഗെയിൻ ഷോർട്ട് ടൈം ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 68 വരെയൊക്കെ പോകാനുള്ള സാധ്യത ഈ സ്റ്റോക്സിലുണ്ട്. അതായത് ഒരു കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്സ് ഒരു സീസണൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അപ് ടു 84 വരെയൊക്കെ ഒരു ഷോർട്ട് ടൈം മീഡിയം ആൻഡ് ലോങ് ടൈമിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇമീഡിയറ്റ് നോക്കുകയാണെങ്കിൽ 68 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് സോണിലാണ്. പാർട്ടിസിപ്പേഷന്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് കുറച്ച് കുറവുണ്ടാകുന്നത്. അത് സീസണൽ ആയതുകൊണ്ട് വേരിയേഷൻസ് ഉണ്ട് എന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് സിമെന്റ് സെഗ്മെന്റിലെ ഇൻഡസ്ട്രി ലീഡർ ആയിട്ടുള്ള അൾട്രാടെക് സിമെന്റ് ആണ്. അൾട്രാടെക് സിമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 2.86% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട രണ്ട് സ്റ്റോക്കുകളിൽ ഒന്ന് ഡാൽമിയ ഭാരതും മറ്റൊന്ന് അംബുജ സിമെന്റുമാണ്. UBS ബ്രോക്കറേജ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് സിമെന്റ് സെഗ്മെന്റിനെ കുറിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാർഗറ്റ് പ്രൈസും ഉയർത്തിയിരിക്കുകയാണ്. ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുമുണ്ട്. നിലവിൽ ഈ ഒരു കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സിമെന്റ് സെഗ്മെന്റിനെ കുറിച്ചിടത്തോളമുള്ള താങ്കളുടെ വ്യൂ എങ്ങനെയാണ്? സിമെന്റ് സെക്ടറിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പോസിറ്റീവായിട്ട് കാണാം. ഒരു ഡെവലപ്പിംഗ് ഇക്കോണമിയിൽ തീർച്ചയായിട്ടും സിമെന്റ് സെക്ടർ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇക്കോണമിയിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കമ്പനികളെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നാലും സീസണൽ ആയിട്ടുള്ള കുറച്ച് കറക്റ്റീവ് ആക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതൊരു കുറച്ച് ഒരു 1 ഇയർ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അൾട്രാടെക്കില് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയൊരു മൂവ്മെന്റ്സ് സാക്ഷ്യം വഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതൊരു കൺസോളിഡേഷൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അഗെയിൻ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഒരു കൺസോളിഡേറ്റ് മൂവിൽ നിന്ന് ഒരു 12,000 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് സോൺ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു പോസിറ്റീവ് മൂവ്മെന്റ്സ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. 10,000, 12,000 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്നാണ് ഇപ്പോൾ അത് കൺസോളിഡേറ്റഡ് മൂവ് ആയിട്ട് അൾട്രാടെക് സിമെന്റ് മൂവ് ചെയ്യുന്നത്. ഈ രണ്ട് ലെവലിൽ നിന്ന് എവിടെയെങ്കിലും ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മൂവ്മെന്റ്സ് ആയിരിക്കും വരാനായിട്ട് സാധ്യത. ഇപ്പോഴത്തെ ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അപ്സൈഡിലാണ് ബ്രേക്ക് ഔട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അൾട്രാടെക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു റേഞ്ച് ബൗണ്ടറായിട്ട് ട്രേഡ് ചെയ്യുവാണ്. അതിൽ നിന്നൊരു
പോസിറ്റീവ് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു പോസിറ്റീവ് മൂവ്മെന്റ്സ് തന്നെയാണ് ഉണ്ടാവാനുള്ള സാധ്യത. നിയർ ടൈം ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് തന്നെയാണ് ഈ സ്റ്റോക്ക്. മാസ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, പിന്നെ ഏറ്റവും വൺ ഓഫ് ദ ലീഡിങ് സിമെന്റ് സ്റ്റോക്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ പോസിറ്റീവ് തന്നെയാണ് വ്യൂ ഉള്ളത്. നമുക്ക് മറ്റുള്ള സ്റ്റോക്സുകൾ അംബുജ ആയിരുന്നാലും അതേപോലെ തന്നെ ഡാൽമിയ ആയിരുന്നാലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയുണ്ട്. ഡാൽമിയയിൽ കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള വ്യൂ ഉണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. പിന്നെ സിമെന്റ് സെക്ടർ ഒരുപാട് ചേഞ്ചസിന് വിധേയമാക്കുന്നുണ്ട്. കുറെ കമ്പനികൾ എല്ലാവരും അക്വയർ ചെയ്ത് കപ്പാസിറ്റി, അവരുടെ വലിയ വലിയ കമ്പനികൾ കപ്പാസിറ്റി അഡീഷൻസ് നടത്താൻ നോക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് ഈ ഒരു സെക്ടറിന്റെ പോസിറ്റീവ് ഉണ്ട്. ബാക്കി രണ്ട് സ്റ്റോക്സുകൾ ഡാൽമിയ ആയിരുന്നാലും അംബുജ ആയിരുന്നാലും പോസിറ്റീവ് തന്നെയാണ്. യെസ്, സൂരജ് സാർ, ഏതായാലും സാറിന് കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അതിലേക്ക് തന്നെ കിടക്കാം. നമ്മുടെ പ്രൊഡ്യൂസർ അഭിജിത്തിൻ്റെയാണ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം എന്നറിയോ, ഒരു ക്രീം സ്റ്റോക്കാണ് ഈ കോൾഗേറ്റ് പാം ഓയിൽ എന്ന് പറഞ്ഞാൽ. അല്ലേ, അത് നമ്മൾ പല്ല് തേക്കാത്ത മനുഷ്യരൊന്നും ഇല്ലല്ലോ നമ്മുടെ ഇതിൽ. അത് എന്തൊരു നല്ലൊരു FMCG സ്റ്റോക്കാണ് കോൾഗേറ്റ് പാം ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ പോസിറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അഭിജിത്തിൻ്റെ ആ ഒരു റിപ്പോർട്ട് ഇതാണ്. 52 വീക്ക് ലോയിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. അതായത് അവരുടെ ഗൈഡൻസ് വളരെ മോശമാണ്. അതായത് ഏതാണ്ട് 1% റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റും മാത്രമേ അവർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ Q4 എന്നുള്ള ഒരു ഇൻഫർമേഷനിലാണ്. അപ്പോൾ കോൾഗേറ്റ് പാം ഓയിൽ ഇപ്പോൾ വളരെ, അതായത് 52 വീക്ക് ലോയിൽ ട്രേഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഞങ്ങൾ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരുന്നത്. അത് കൂടാതെ ഒരു കാര്യം കൂടെ ഇപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു, ഇപ്പോൾ അനീഷ് പറയുമ്പോഴും ശരി, നമ്മളെല്ലായിടത്തും പറയുമ്പോഴും ശരി, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അടുത്ത കാലത്ത് വരുന്ന ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടുതലും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ കമ്പനീസ്, രണ്ടാമത് മെറ്റൽ കമ്പനീസ്, മൂന്ന് ഈ പറഞ്ഞ പോലെ സിമെന്റ് കമ്പനീസ്. അതായത് ലാസ്റ്റ് 2 കൊല്ലം ഡാർലിംഗ് അല്ലാത്ത ഒരു സെക്ടറാണ്. അതായത് ഇപ്പോൾ പ്ലേ ചെയ്യുന്ന ഒരു ഗെയിം എന്താണെന്നറിയോ, മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്ന ഒരു സ്പിരിറ്റ് എന്താണെന്ന് വെച്ചാൽ അണ്ടർ ഓൺഡ് ആയിട്ടുള്ള, അണ്ടർ റിസർച്ച്ഡ് ആയിട്ടുള്ള സെക്ടേഴ്സിലാണ് കൂടുതൽ ബൈങ് വരുന്നത്, കൂടുതൽ റിപ്പോർട്ട് വരുന്നതും. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത്രയും നാളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനത്തെ കാര്യങ്ങളും ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള സെക്ടറുകളായിരുന്നു നമ്മൾ ഈ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന സെക്ടറായിരുന്നു IT എന്ന് പറയുന്നത്. IT 2024 വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിരുന്നു. അവരാണ് ഇപ്പോൾ 2025 ഡീറേറ്റ് ചെയ്യുന്നത്. എന്നാൽ 2024 ഡീറേറ്റിംഗ് കിടന്ന പല സെക്ടറുകളുമായിട്ടുള്ള ഈ പറയുന്ന പോലെ മെറ്റൽസ്, സിമെന്റ്, ഈ പറയുന്ന എന്താണ് നമ്മുടെ അതായത് ഫിനാൻഷ്യൽ സ്റ്റോക്സ്, അല്ലേ, ഫിനാൻഷ്യൽ സ്റ്റോക്സ് ഒക്കെ നല്ല രീതിയിലുള്ള റീറേറ്റിംഗ് ആണ് നമ്മൾ ഈ കാണുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഈ വോഡാഫോണിനെ കുറിച്ച് വന്ന ഒരു ന്യൂസാണ്. വോഡാഫോണിൻ്റെ അല്ല ശരിക്കും, അത് ആക്ച്വലി നമ്മൾ പറഞ്ഞില്ല, ഈ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ വരുന്നതിന് ഇന്ത്യൻ ടെലികോം കമ്പനീസ് ആരും സപ്പോർട്ടീവ് അല്ലായിരുന്നു തുടക്കം. ബട്ട് അടുത്ത കാലത്ത് ഈ ട്രംപിന്റെ ടാരിഫ് കൊണ്ടോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററും ഇലോൺ മസ്കുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞതുകൊണ്ടോ എന്തുകൊണ്ടോ ഇന്ത്യ ഈസ് ഫോഴ്സ്ഡ് ടു അക്സെപ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. അതായത് അവരുടെ സ്റ്റാർലിങ്കിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫോഴ്സ്ഡ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്, ജിയോയും എയർടെലും ഒക്കെ ആയിട്ട് അവരായിട്ട് ടൈപ്പ് ചെയ്തു. അപ്പോഴും എന്തുകൊണ്ടാണെന്നറിയോ, പണ്ട് ഇവരെല്ലാവരും ഈ സ്റ്റാർലിങ്ങിനെ എതിർത്തത്, അതായത് അവരൊക്കെ ഒരുപാട് ലൈസൻസ് ഫീ, പ്രത്യേകിച്ച് എയർടെലൊക്കെ കേട്ടോ, ജിയോയ്ക്ക് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. എയർടെലൊക്കെ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഇത്രയും ലൈസൻസ് ഫീ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇന്ത്യൻ ടെലികോം ആൻഡ് വയർലെസ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. ഇങ്ങനെ നമ്മൾ ജിയോന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാർലിങ്ങിന് ഫ്രീ ആയിട്ട് ഒരു എൻട്രി കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ള ഒരു ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അത് ഇപ്പൊ ഏതാണ്ട് പ്രത്യുപകാരം എന്ന രീതിയിലാണെന്ന് തോന്നുന്നു. അതായത് 2021 മുമ്പുള്ള എയർ വേവ്സ് ഉണ്ടല്ലോ, ആ സ്പെക്ട്രം യൂസേജ് ചാർജസ് ഗവൺമെന്റ് വേവ് ഓഫ് ചെയ്തിരിക്കുന്നു എന്നുള്ള അതൊരു ടെലികോം കമ്പനീസിന് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഏതാണ്ട് ഇപ്പോൾ വോഡാഫോൺ എന്ന് പറയുന്ന കമ്പനിക്ക് 2 ലക്ഷത്തോളം കോടി രൂപ കടമുണ്ട്. ആ 2 ലക്ഷം കോടി രൂപ കടത്തിൽ ഏതായാലും 8,000 കോടിയുടെ ബെനിഫിറ്റ് ഇതുകൊണ്ട് കിട്ടും. അപ്പോൾ ഈ വോഡാഫോൺ എന്ന് പറയുന്ന കമ്പനിക്ക് ഒന്ന് നിങ്ങൾ ഒരു വാച്ച് ലിസ്റ്റിൽ ഇടാവുന്ന ഒരു സ്റ്റോക്കാണ്. കാര്യം വെച്ചാൽ അത് മേടിക്കാനുള്ള റെക്കമെൻഡേഷൻ അല്ല നമ്മൾ പറയുന്നത്. ഈ വക ബെനിഫിറ്റ്സ് വോഡാഫോണിൽ വരികയാണെങ്കിൽ അവർ ഇൻട്രസ്റ്റ് ഔട്ട് ഗോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2 കാര്യങ്ങൾ വോഡാഫോണിന് വരുന്നുണ്ട്. ഈ ഡെപ്റ്റിന്റെ കാര്യത്തിൽ, ഡെപ്റ്റിനെ നമ്മൾ എപ്പോഴും മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഡെപ്റ്റ് ഉപകാരപ്രദമായിട്ട് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് കാരണം അവരുടെ ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് ഔട്ട് ഗോ കുറയുന്നു. ഒന്ന്, ഗവൺമെന്റിന്റെ ഈ ഒരു എന്താ പറയുക, ആ റിഫോംസ്, ആ ഒരു റൂള് കൊണ്ടുവന്നത് പ്രകാരം അവർക്കൊരു 8,000 കോടിയുടെ ബെനിഫിറ്റും വരുന്നു എന്നുള്ളത് വോഡാഫോണിന് അഫക്റ്റ് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. അതുകൂടാതെ ജാസ്മിൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഇപ്പോൾ അൾട്രാടെക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ അൾട്രാടെക് അനീഷ് നല്ല സ്മാർട്ടായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഈ അൾട്രാടെക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡാനിയൊക്കെ കേബിൾസ് ആൻഡ് വയർസ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ് നമ്മൾ കേട്ടിരുന്നല്ലോ. പല സ്റ്റോക്കും 30%, 40% ഒക്കെ താഴെ പോയി എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത്, അത് റിപ്പോർട്ട് ചെയ്ത് തന്നെ എല്ലാ ചാനലും റിപ്പോർട്ട് ചെയ്ത് അൾട്രാടെക്കിന് അല്ലെങ്കിൽ ആദിത്യ ബിർളയ്ക്ക് പുറകിൽ അഡാനിയും കൂടെ കേബിൾസ് ആൻഡ് വയേഴ്സിലേക്ക് വരുന്നു. അപ്പോൾ ഓൾറെഡി
ആദിത്യ ബിർള വന്നത് കാരണമുള്ള ഒരു മാർക്കറ്റിൽ ഈ വക സ്റ്റോക്ക് കേബിൾസ് ആൻഡ് വയർ സ്റ്റോക്കിന് നല്ലൊരു സ്റ്റോക്കിന്റെ പ്രൈസിൽ ഇറോഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ന്യൂസും കൂടെ വന്നപ്പോൾ കൂനിൽ മേ കുരു എന്ന് പറഞ്ഞ പോലെയാണ് അത് വന്നത്. ഇപ്പം അടുത്ത കാലത്ത് നമ്മളൊരു രസകരമായിട്ടുള്ള കാര്യം എന്നറിയോ, 2 ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാർച്ച് 17 781 രൂപയായിരുന്നു ഫിനോലെക്സ് കേബിൾസ്. ഫിനോലെക്സ് കേബിൾസ് ഒന്ന് അഫക്റ്റഡ് പാർട്ടിയാണ്. അതായത് ഈ 2 എൻട്രൻറ്റും കാരണം ഏതാണ്ട് 45% അതിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇറോഷൻ സംഭവിച്ച ഒരു സ്റ്റോക്കാണ്. മാർച്ച് 17 781 ട്രേഡ് ചെയ്തിരുന്ന ഫിനോലെക്സ് കേബിൾസ് ഇന്നലെ 940 വരെ എത്തിയിരുന്നത്. എന്തൊരു റിക്കവറി ആയിരുന്നു നോക്കുക. അതായത് 14% തന്നെ ഇന്നലെ കയറി. അത് മാത്രമല്ല ട്രേഡിംഗ് വോളിയൂംസ് ഏതാണ്ട് 3 ടൈംസ് ജമ്പ് ചെയ്തു എന്നുള്ളത്. അപ്പം നമ്മൾ നോക്കൂ, നെഗറ്റീവ് ന്യൂസിന്റെ ഇടയിൽ പോലും ഒരു സ്റ്റോക്ക് പോസിറ്റീവായിട്ട് പെർഫോം ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. ഇന്നും പോസിറ്റീവാണ് അല്ലെ, അത് തോന്നുന്നു 1.5%. അത് അത്രയ്ക്ക് മാത്രം ട്രേഡിംഗ് വോളിയം. അതേ ട്രേഡിംഗ് വോളിയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം സാധാരണ ആ കൗണ്ടറിൽ നടക്കുന്ന ട്രേഡിങ്ങിന്റെ വോളിയത്തിനേക്കാളും 3 ടൈംസ് കൂടുതലായിരുന്നു ഇന്നലെ എന്നുള്ള. അതിന് നല്ലോണം ഡെലിവറിയും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ സ്റ്റോക്കിന്റെ പെർഫോമൻസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. വീക്ക് സമയം, മാർക്കറ്റ് എന്താ പറയുക, ഒരു തിരിയുന്ന സമയം, അതിന്റെ കൂടെ സെക്ടറിന് വളരെ നെഗറ്റീവായിട്ട് ന്യൂസ് കിടക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ഐഡി അവിടെ കിട്ടും എന്നുള്ളതിന്റെ ക്ലീൻ എക്സാമ്പിൾ ആണ് ഫിനോലെക്സ് കേബിൾ എന്നുള്ളത്. യെസ്, അനീഷ് സാർ, ഫിനോലെക്സിലേക്ക് തന്നെ കടക്കാം. ഫിനോലെക്സ് കേബിൾസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ 13% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഹെവി വോളിയംസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. 947 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. ഈ ഒരു സ്റ്റോക്കിന്റെ അണ്ടർടോൺ എങ്ങനെയാണുള്ളത്? തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. നമ്മളെ ബഡ്ജറ്റൊക്കെ വന്നപ്പോഴും ഈ സ്റ്റോക്സുകളുടെ ഡിസ്കഷനിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇമ്പാക്ട് തന്നെയാണ് ഇപ്പോഴും വരുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോങ് ടൈമിൽ ന്യൂസുകൾ എന്തായിരുന്നാലും വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ആവും. ബട്ട് ഒരു വലിയൊരു കറക്ഷനെ കഴിഞ്ഞതിന് ശേഷം ഈ കണ്ടിരിക്കുന്ന 2-3 ദിവസത്തെ വന്നിരിക്കുന്ന വലിയ ഒരു റാലി എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായ ഒരു റാലി എന്ന് പറയാൻ പറ്റും. കാരണം അത് അത്രത്തോളം ഡീപ്പ് കറക്ഷനെയാണ് നേരിട്ടത് ഒരു സ്റ്റോക്സ് എന്ന് പറയുന്നത്. നമ്മളെ കറക്ഷൻ തുടങ്ങുന്ന, എനിക്ക് തോന്നുന്നു മാർക്കറ്റ് കറക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഓഗസ്റ്റിലൊക്കെയാണ് കഴിഞ്ഞ വർഷം കറക്ഷൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്നെല്ലാം തന്നെ ഒരു 50% അടുത്ത് വരെ കറക്ഷൻസ് പോയ ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ ഈ വന്നിരിക്കുന്നത് വളരെ വളരെ ഒരു ആശ്വാസകരമായ ഒരു മൂവ്മെന്റ്സ് ആണ്. ബട്ട് നിങ്ങൾ സപ്പോർട്ട് സോണ് ഇപ്പോഴും അവിടെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. 800 അടുത്ത് തന്നെയാണ് ഇപ്പോഴും സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. രണ്ട് വലിയ ഇമ്പൾസീവ് ക്യാൻഡിൽസ് വന്നിട്ടുണ്ട്. അതോടുകൂടി വോളിയത്തിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ബട്ട് ഇതൊരു ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് റിക്കവറി എന്ന് നമുക്കത് പറയാൻ കഴിയുള്ളൂ. ഒരു കറക്റ്റീവ് ആക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും റീ എൻട്രി ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു മൂവ്മെന്റ്സിലേക്ക് നമ്മളെ സ്റ്റോക്സ് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ടെക്നിക്കലി അത് തന്നെയാണ് നമ്മളോട് ചാർട്ടിൽ വായിക്കാൻ പറ്റുന്നത്. വളരെ വളരെ ഒരു കറക്റ്റീവ് ആക്ഷൻസ് കഴിഞ്ഞതും അതേപോലെ തന്നെ തിരിച്ച് റിക്കവറിക്ക് വളരെയധികം പോസിറ്റീവ് ഉള്ളതും പിന്നെ ന്യൂസുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ആൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞ ന്യൂസുകളല്ല. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മളൊരു വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെക്കേണ്ട ഒരു സ്റ്റോക്സ് ആണ്. ഒരു ഷോർട്ട് ടൈം വ്യൂവില് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്സ് ആണ്. ഒരു ചെറിയൊരു ഡിപ്പ് വരെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എൻറ്റർ ചെയ്യാവുന്ന ലെവലിലേക്കുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഫിനോലെക്സിൽ വളരെയധികം പോസിറ്റീവ് ആണ്. 800 സപ്പോർട്ട് ലെവല് അറൌണ്ട് ഒരു 1200 അടുത്ത് വരെ പോകാനുള്ള ഒരു സാധ്യത ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് ആ സ്റ്റോക്സിൽ പ്രതീക്ഷിക്കാം. സനീഷ് സാർ, നേരത്തെ സൂരജ് സാർ സംസാരിച്ചതുപോലെ തന്നെ വോഡാഫോൺ ഐഡിയയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് 2% കൂടുതലുള്ള ഒരു ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർലിങ്കുമായിട്ടുള്ള ഒരു ടൈപ്പ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഇതിന്റെ ഒരു 52 ആഴ്ചയിലെ ഉയർന്ന നില പരിശോധിക്കുന്ന സമയത്ത് ജൂൺ 2024 രേഖപ്പെടുത്തിയിട്ടുള്ള 19 രൂപ 18 പൈസ എന്നുള്ള ഒരു നിലവാരത്തിലാണ്. അവിടെ നിന്നും ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏതാണ്ട് 7 രൂപ റേഞ്ചിലാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന പലരെയും എനിക്കറിയാം. അവരൊക്കെ ചോദിക്കുന്നത് എന്താണ് വോഡാഫോൺ മാത്രം ഗതി പിടിക്കാത്തത് എന്നുള്ള ഒരു നിലയിലേക്കാണ് ചോദ്യങ്ങൾ വരുന്നത്. ടെക്നിക്കലി ഇപ്പോൾ ഈ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുന്നവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ബട്ട് ഇപ്പോഴത്തെ ലെവലിൽ അതൊരു കൺസോൾട്ടേഷൻ ലെവലാണ്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ അത് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ആശ്വാസകരമായിട്ട് കാര്യമാണ്. അതൊരു പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ലെവലാണ്. ഈവൻ
ഒരു 7 ഒരു 640 അതേപോലെ തന്നെ ഒരു 9 റുപ്പീസിന്റെ ഇടയ്ക്ക് അതൊരു ഒരു കൺസോൾട്ടേഷൻ ലെവലായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മളത് ഈവൻ 10 വരെ അത് ലാസ്റ്റ് ടൈം ഒരു ജാനുവരിയിൽ അത് പോയിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ 640 ആണ്. ഈ ലെവലിൽ അത് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. ഇത് എത്രത്തോളം കൺസോൾട്ടേറ്റ് ചെയ്യുന്നു അത്രത്തോളം ഒരു പോസിറ്റീവ് ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യതയുണ്ട്. വോളിയം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ വളരെ വോളിയം കുറവാണ്. ഇപ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന ഹയർ ലെവലിലൊക്കെ ഉണ്ടായിരുന്ന വോളിയം നമുക്ക് ഇപ്പോൾ കാണാനില്ല. അതായത് എല്ലാവരും ഒരു പ്രതീക്ഷ മാറ്റിവെച്ച് നിൽക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മളത് വെയിറ്റ് ചെയ്യുക. ഇതിലിപ്പോ ഒരു വാച്ച് ആൻഡ് വെയിറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈവൻ 10 മോളിലേക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യാം. അതിനുള്ള പോസിറ്റീവ് ന്യൂസുകൾ വരുന്നത് വരെ പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുന്നത്. സർ, സാറിനെ ഫ്രീ ആക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് എനിക്ക് ഒരൊറ്റ സ്റ്റോക്കും കൂടി ചോദിക്കാനുണ്ട്. അത് ഓല ഇലക്ട്രിക്കിനെ കുറിച്ചാണ്. ഓല ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ 1% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുകയാണ്. കമ്പനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയൊരു ഇടിവിന് കാരണമായിട്ടുണ്ടായിരുന്നത് റോസ്മറ്റ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു പാപ്പരത്ത നടപടികളായിരുന്നു. ആ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ ഒരു പാപ്പരത്ത ഹർജി പിൻവലിച്ചിരിക്കുന്നു. അതിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഓല ഇലക്ട്രിക്കിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഓല ഇലക്ട്രിക് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റും റോസ്മറ്റ ഗ്രൂപ്പുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ തന്നെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 100 രൂപയ്ക്ക് മുകളിൽ പോയ സ്റ്റോക്ക് ഒരുപാട് കറക്ഷൻ ഓൾറെഡി ഫേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഇതിന്റെ ഒരു ടെക്നിക്കൽ ഇൻഡിക്കേഷൻസ് എങ്ങനെയാണ്? ഈ സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കറക്റ്റീവ് ആക്ഷൻസ് ആണ് 2 തവണയായിട്ട് വന്നിരിക്കുന്നത്. ഒരു പ്രൈമറി കറക്റ്റീവ് ആക്ഷൻസ് വന്നു. അത് കഴിഞ്ഞ് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് സെക്കൻഡറി കറക്റ്റീവ് ആക്ഷൻസ് വന്നു. ഇനി മൈനർ ചേഞ്ചസ് കൂടെ വരാനുള്ള മൈനർ ഒരു കറക്ഷൻസ് കൂടെ വരാനുള്ള സാധ്യതയാണ് ചാർട്ട് റീഡ് ചെയ്യുമ്പോൾ, ലോങ് ടൈമിൽ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ കുറച്ചുകൂടെ താഴോട്ട് വരാനുള്ള സാധ്യത ഇപ്പോഴുണ്ട്. ദെൻ ഫണ്ടമെന്റലൈസുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വന്നില്ലെങ്കിൽ വീണ്ടും താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം വോളിയം വളരെ ഹൈ ആണ്. ആ ഹൈ വോളിയത്തിലാണ് സെല്ലിംഗ് നടക്കുന്നത്. അപ്പൊ മൈനർ ആയിട്ടുള്ള ഒരു കറക്ഷൻസ് ബിലോ 50 ഒരു 45 ലെവലിലൊക്കെ വരികയാണെങ്കിൽ അവിടെ നമുക്ക് കൺസോൾട്ടേഷൻ പ്രതീക്ഷിക്കാം. ഒരു കൺസോൾട്ടേഷന് ശേഷം മാത്രമായിരിക്കും ഇനി ഒരു വലിയ മൂവ്മെന്റ്സ് വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2 തവണയായിട്ട് വന്നിട്ടുള്ള ഒരു പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും വന്നിട്ടുള്ള കറക്ഷൻസിൽ ഇനി ഒരു മൈനർ കറക്ഷൻസ് കൂടെ വരാനുണ്ട്. അപ്പൊ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. ഒരു 40-45 ലെവലിൽ വരികയാണെങ്കിൽ കൺസോൾട്ടേഷന് വേണ്ടി നോക്കുക. അപ്പം കൺസോൾട്ടേഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അതിൽ എൻട്രി ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ലെവലിൽ അത് വാച്ച് ചെയ്യുക. താഴോട്ട് വരികയാണ് എന്നെങ്കിൽ നമുക്കത് നോക്കാവുന്നതാണ്. ഒരു വാച്ച് ലിസ്റ്റ് ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്സ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഓല ഇലക്ട്രിക് കാണുന്നത്. വെയിറ്റ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. ഫണ്ടമെന്റലി ഒരു ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ മാത്രം നമുക്കതിൽ എൻട്രി ചെയ്യാനുള്ള സാധ്യത. യെസ്, എനിവേ താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും സമയം അദ്ദേഹം ഒരുപാട് സ്റ്റോക്ക് നമുക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു. അതിൻ്റെ ടെക്നിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സൂരജ് സാർ, നമ്മൾ വോഡാഫോണിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഈ ഒരു വർഷത്തിൽ വോഡാഫോണിനെ സംബന്ധിച്ചിടത്തോളം 46% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോഴും ആ ഒരു 7 രൂപ എന്നുള്ള ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് ജാസ്മിൻ, ഇത് വളരെ എന്താ പറയുക, കൗതുകകരമായിട്ടൊരു കാര്യമാണ്. കാര്യം പലരിടത്തും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് വോഡാഫോൺ ഷെയർ മേടിച്ചു എന്ന് വെച്ചാൽ 10 രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്ക്. ഇതാണ് ജനങ്ങളുടെ ഒരു കൺസിഡറേഷൻ. 2 ലക്ഷം കോടി കടമുള്ള കമ്പനിയാണ്. അതായത് ഈ ടോട്ടൽ കമ്പനി മേടിക്കാൻ, ഈ വോഡാഫോൺ കമ്പനി മേടിക്കാൻ അതിൻ്റെ ഇന്നത്തെ ഷെയർ പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എനിക്ക് തോന്നുന്നു 51,000 കോടിയാണ്. 51,000 കോടിക്ക് ഈ കമ്പനി നമ്മൾ മേടിക്കാൻ നേരത്ത് അതിനകത്ത് 2 ലക്ഷം കോടിയുടെ കടം കൂടെ വെച്ച് കിട്ടും എന്നുള്ളതാണ് ഈ കമ്പനി. പക്ഷേ അതിനെക്കുറിച്ച് ജനങ്ങൾ ആരും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആരും അന്വേഷിക്കുന്നില്ല. 10 രൂപയ്ക്ക് താഴെയുള്ളൊരു സ്റ്റോക്ക് ആയിരുന്നു അത് മേടിക്കാനുള്ള കാരണം. നമ്മൾ എപ്പോഴും അവരോട് ചോദിക്കാറുണ്ട്, 100 രൂപയുടെ ഒറ്റ നോട്ടാണോ, അത് 100 രൂപയുടെ 10 നോട്ടാണോ, അതോ 1000 രൂപയുടെ ഒരു നോട്ടാണോ വലുത്? ഇത് രണ്ടും 1000 രൂപ തന്നെയാണ്. ഇത് രണ്ടും 10% കയറുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ദിവസം അവസാനം 1100 രൂപയെ കയ്യിലുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1000 രൂപ നോട്ടായിരിക്കും നല്ലത്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല സ്റ്റോക്ക് എന്നുള്ളതാണ്. അല്ലാണ്ട് 10 രൂപയിൽ താഴെയായി എന്നുള്ളത് ഒരു കാരണമാക്കി കണക്കാക്കാതെ നിങ്ങൾ ഫണ്ടമെന്റൽസ് നോക്കുക, അതിൻ്റെ ക്വാളിറ്റി നോക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ഷെയർ ഇരുന്നിട്ട് കാര്യമില്ല. എത്ര ഷെയർ ഇരുന്നാലും, 1 ഷെയർ ഇരുന്നാലും, 1000 ഷെയർ ഇരുന്നാലും, 10,000 ഷെയർ ഇരുന്നാലും, 1 ലക്ഷം ഇരുന്നാലും അതിൻ്റെ പെർസെൻറ്റേജിൽ നിങ്ങളുടെ പൈസ മൂവ് ചെയ്യുള്ളൂ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. യെസ്, തീർച്ചയായിട്ടും നമ്മൾ ഈ ഫോറത്തിൽ സംസാരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കും ഒരു അഡ്വൈസ് അല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിന്റെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നാളെ ഇതേ ഫോറത്തിൽ വീണ്ടും നമ്മൾ കാണും. അതിനപ്പുറത്തേക്ക് കൂടുതൽ മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സും ഓരോ മണിക്കൂറിലെ മാർക്കറ്റിന്റെ ചലനങ്ങളും ആയിട്ട് ഞങ്ങളുടെ മൈഫിൻ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം സജ്ജമാണ്. സ്റ്റേ ട്യൂൺഡ്.